ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? എലക്ഷനല്ലേ, എല്ലാവരും വോട്ടൊക്കെ ഇട്ടോ? ഇന്ന് എലക്ഷൻ ആയതുകൊണ്ട് പിള്ളേർക്ക് ലീവായിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് എണീറ്റത്, 7:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. എനിക്ക് വോട്ടില്ല. പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വോട്ടർ പട്ടികയിൽ എൻ്റെ പേരില്ലായിരുന്നു. അപ്പോൾ എന്നെപ്പോലെ വോട്ടിടാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടും കടലക്കറിയായിരുന്നു. കടലക്കറീൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ഉള്ള കടലക്കറിയാണ്. അപ്പോൾ തലേദിവസം കടല വെള്ളത്തിൽ കുതിർക്കായിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു കുക്കറിലോട്ട് മാറ്റുകയാണ്. കുക്കറിലോട്ട് കടലയിട്ട് വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാക്കുള്ളൊരു കട്ടൻ ഇടുകയാണ്. കടലയിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാനായിട്ട് വെച്ചു. ഇനി എനിക്കുള്ള ചായ ഇടുകയാണ് കേട്ടോ. എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഭയങ്കര തലവേദനയാണ്. അപ്പോൾ രാവിലെ ഒരു ചായ മസ്റ്റാണ്. വൈകിട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ രാവിലത്തെ ചായ മസ്റ്റാണ്. ചായ കുടിച്ചിട്ട് വരാം. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ രാത്രി ഒരു കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയാണ് ഓർഡർ വന്നത്. രാത്രി ചെയ്യാൻ ഇറങ്ങിയില്ല, രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ അത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ടയും മാവൊക്കെ എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ കേക്ക് ഒന്ന് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. മിക്സ് ചെയ്ത മാവ് ഒരു കേക്ക് ടിന്നിലോട്ട് മാറ്റി ബേക്ക് ചെയ്യാൻ വയ്ക്കാം. നമുക്കിനി കടലക്കറിയിലോട്ട് പോവാം. അപ്പോൾ കടലക്കറിക്ക് ആവശ്യമായ മസാലയൊക്കെ ഞാൻ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ സവാളയും ഞാൻ ഈ മുളകാണ് കേട്ടോ ചേർക്കുന്നത്. കറിവേപ്പിലയും തട്ടിക്കൊടുക്കാം. സവാളയൊക്കെ ഇന്നലെ രാത്രി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് വാടട്ടെ, അടച്ച് വെച്ച് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അപ്പോഴേക്കും ഞാനിവിടെ പുട്ടിൻ്റെ മാവ് നനച്ചെടുക്കുവാണ്. ഇത് ചമ്പാവരി പുട്ട് മാവാണ് കേട്ടോ, അതാണ് ഈ കളർ. അപ്പോഴേക്കും നമ്മൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി, ഒരു അല്പം പെരുംജീരകപ്പൊടി, അല്പം ഗരം മസാല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിനി മുളക് പൊടിയും
എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. അല്പം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വേവിച്ച കടല വെള്ളവും അതോടെ നമുക്ക് ഈ മസാലയിലോട്ട് തട്ടിക്കൊടുക്കാം. അല്പം കടല മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അരപ്പും കടലയും കൂടെ ഒന്നിച്ച് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ മാറ്റി വെച്ചിട്ടുള്ള കടല നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുക, അതിലോട്ടിടുക. അല്പം വെള്ളം ഒഴിച്ച് നല്ലവണ്ണം അരച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കടലക്കറിക്ക് ഇച്ചിരി കൊഴുപ്പുണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന കടലക്കറിയിലോട്ട് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ ഒന്ന് സിമ്മിലിട്ട് നമുക്കൊന്ന് 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുന്നത് വർക്ക് ഏരിയയിലാണ്. അപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കുറച്ച് പാത്രങ്ങളുണ്ട്, ചെറിയ പാത്രങ്ങളാണ്. വലിയ പാത്രങ്ങളൊക്കെ ഞാൻ വർക്ക് ഏരിയയിലാണ് കഴുകുന്നത്. അപ്പോൾ ചെറിയ മിക്സിയും ഗ്ലാസും അങ്ങനെയുള്ള ചെറിയ ഐറ്റംസൊക്കെ ഞാൻ ഇവിടെയാണ് കേട്ടോ കഴുകി വയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. എയർപോർട്ട് അടുത്തായതുകൊണ്ട് ഫ്ലൈറ്റ് പോകുന്ന ശബ്ദമാണ് കേട്ടോ കേൾക്കുന്നത്. ഇനി റൂമിലോട്ട് കുറച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വയ്ക്കാനും ജനലൊക്കെ ഒന്ന് തുറന്നിടാനൊക്കെ ഉണ്ട്. എനിക്ക് ജനലൊക്കെ തുറന്നിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് രാവിലെ. അപ്പോൾ അതൊക്കെ ജനലൊക്കെ തുറന്നിട്ടു, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചു. ബുക്കൊക്കെ ഒന്ന് എടുത്തു വെച്ചു. അങ്ങനെ റൂമൊക്കെ ഒന്ന് സെറ്റാക്കി. അപ്പോൾ നമുക്കിനി പുട്ട് വയ്ക്കാം. അതിന് വേണ്ടി കുക്കറിൽ വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ എൻ്റെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതൊന്ന് ചൂടാകാനായിട്ട് പാനിൽ നിന്ന് മാറ്റി വെച്ചു. ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചൂടാറും. അപ്പോഴേക്കും എൻ്റെ പുട്ടും ഇവിടെ ആവി വന്നു കഴിഞ്ഞു. അപ്പോൾ കഴിക്കാനുള്ള ഫുഡൊക്കെ കൊണ്ട്
ടേബിൾ മേൽ വെച്ചു. അപ്പോഴേക്കും കേക്കൊക്കെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ക്രം കോട്ട് അടിച്ച് ഫ്രിഡ്ജിനകത്തോട്ട് വയ്ക്കുവാണേ. അപ്പോൾ ക്രം കോട്ട് അടിക്കുവാണ്. ഞാനിപ്പോൾ ഓർഡറൊന്നും വലുതായിട്ട് എടുക്കാറില്ല, ഡെലിവറി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. ഇപ്പോൾ വന്നെടുക്കുന്നവർക്ക് മാത്രമാണ് ഞാനിപ്പോൾ കേക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓർഡർ ഒത്തിരി കുറവാണ്. വല്ലപ്പോഴും കിട്ടുന്നുണ്ട്, വന്നെടുക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഓർഡർ ഇത്തിരി കുറവാണ്. അപ്പോൾ ക്രം കോട്ട് അടിച്ച് കഴിഞ്ഞാൽ ഫുഡ് ഇറങ്ങുള്ളൂ. എപ്പം കേക്കിന് ഓർഡർ വന്നാലും കേക്കിൻ്റെ പരിപാടി കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ടെൻഷനാണ്. അങ്ങനെ കേക്കൊക്കെ ക്രം കോട്ട് അടിച്ച് തീരാറായി. ഇനി ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഞാനും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് മേളിലോട്ട് വന്നു. അപ്പോൾ മേളിൽ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ വാടി നിൽപ്പുണ്ടായിരുന്നു ബാൽക്കണിയിലുള്ള. അപ്പോൾ അതിനൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് ചെടികളൊക്കെ പെട്ടെന്ന് വാടിപ്പോവും. അപ്പോൾ ആശയിൽ നിന്ന് കുറച്ച് ഉണങ്ങിയ തുണികളൊക്കെ എടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. അപ്പോൾ ഇന്നലെ കഴുകിയിട്ടുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് വിരിച്ചു. അപ്പോൾ എടുത്ത തുണികളൊക്കെ ഒന്ന് മടക്കി വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കുവാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് മടക്കി വെച്ചു. വീണ്ടും കേക്കിലോട്ട് വന്ന് കസ്റ്റമർ വരാൻ സമയമായി. ഇപ്പോൾ ഫൈനലാണ്. അപ്പോൾ അവർ പറഞ്ഞ കളർ ഓറഞ്ചും യെല്ലോയുമാണ് കുഞ്ഞിൻ്റെ ഫ്രോക്കിൻ്റെ കളർ. അപ്പോൾ ആ ഒരു തീമിൽ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഫോട്ടോ പ്രിൻ്റ് കേക്കായിരുന്നു, ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിൻ്റൊക്കെ കട്ട് ചെയ്ത് കേക്കിൻ്റെ മേളിൽ വെച്ചു. ഫൈനൽ ചെയ്യുവാണ്. അങ്ങനെ കേക്ക് ഫൈനലായിട്ടുണ്ട്. ഇനി കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ്. അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.